ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. ജീവിതത്തിലെ രണ്ട് ഭാവങ്ങളാണ് തോൽവിയും വിജയവും, സഫലതയും അസഫലതയും. എപ്പോഴാണോ നമ്മളൊരു കാര്യത്തിൽ സഫലമാകുന്നത്, ജയിക്കുന്നത്, അപ്പോൾ നമ്മൾ വളരെയധികം ആനന്ദിക്കും. എല്ലാവരും നമ്മളെ അഭിനന്ദിക്കും, കൺഗ്രാജുലേറ്റ് ചെയ്യും. സന്തോഷം കൊണ്ട് മതിമറക്കുന്ന ഒരു നല്ല നിമിഷമായിരിക്കും അത്. മറിച്ച് തോൽവിയാണ് സംഭവിച്ചതെങ്കിലോ എല്ലാവരും പലപ്പോഴും കുറ്റം പറയും, കളിയാക്കിന്ന് വരാം, പരിഹസിച്ചെന്ന് വരാം. വിമർശനങ്ങളുടെയും കുറ്റം പറച്ചിലുകളുടെയും ഇടയിൽ മനസ്സ് ഭാരമുള്ളതാവും. മനസ്സിന് വിഷമം തോന്നും, ഒന്നും ചെയ്യാനൊരു മൂഡില്ലാത്ത പോലെയാവും. യഥാർത്ഥത്തിൽ ഒരു തോൽവി സംഭവിച്ചതുകൊണ്ട്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞതുകൊണ്ടോ വിമർശിച്ചതുകൊണ്ടോ നിങ്ങൾ തോറ്റുപോകുന്നുണ്ടോ, അല്ലെങ്കിൽ അസഫലരാകുന്നുണ്ടോ? ഒരു കാര്യത്തിൽ തോറ്റു എന്നുള്ളത് ഒരിക്കലും തോൽവിയാകുന്നില്ല. തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു കാര്യം സ്വന്തമാക്കണമെങ്കിൽ എത്രയോ പ്രാവശ്യം പ്രയത്നിച്ച് തോറ്റ്, പിന്നെയും പരിശ്രമിച്ച് അങ്ങനെ ഒരുപാട് പ്രാവശ്യം പരിശ്രമിച്ചതിന് ശേഷമാണ് നമ്മളൊരു കാര്യം നേടിയെടുക്കുന്നത്. അപ്പോൾ എത്ര പ്രാവശ്യം ആ കാര്യത്തിലേക്കുള്ള യാത്രയിൽ തോറ്റാലും ആ തോൽവിയൊക്കെ നമ്മുടെ വിജയത്തിലേക്ക് നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയാണ്. പക്ഷേ ഏത് നിമിഷമാണോ നമ്മൾക്ക് ഞാൻ തോറ്റു എന്നുള്ള ഫീലിംഗ് വരുന്നത്, അപ്പോൾ നമ്മൾ തോൽക്കും. ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തിൽ അസഫലത നേടിയതുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ എതിരാളിയായിരിക്കുന്നവർ നിങ്ങളെക്കാൾ മുന്നോട്ട് പോയതുകൊണ്ടോ ജയിച്ചതുകൊണ്ടോ ഒന്നും നിങ്ങൾ തോൽക്കുന്നില്ല. പക്ഷേ ഏത് നിമിഷമാണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത്, എനിക്കിനിത് വയ്യ, എന്നെക്കൊണ്ടാവില്ല, മതിയായി, മടുത്തു, എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനെ സ്വന്തം മനസ്സ് ഏത് നിമിഷമാണോ തോൽവി സ്വീകരിക്കുന്നത്, അപ്പോൾ നിങ്ങൾ പരാജയത്തിലെത്തി. മനസ്സ് തോൽവി സ്വീകരിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് പരാജയമില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും പ്രവർത്തിക്കും. വിജയം നിങ്ങളുടെ പാദങ്ങളിൽ വന്നു ചേരുന്ന ചെയ്യും. തോമസ് ആൽവ എഡിസൺ 1000 പ്രാവശ്യം തോറ്റിട്ടും പിന്നെയും നിരന്തരം ഉത്സാഹഭരിതനായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ പ്രകാശത്തിൻ്റെ ലോകത്ത് രാത്രിയെ പകലാക്കുന്ന രീതിയിൽ ബൾബിൻ്റെ പ്രകാശം അനുഭവിക്കുന്നത്. അദ്ദേഹം ലക്ഷ്യത്തിലേക്ക്, വിജയത്തിലേക്ക് എത്തിച്ചേർന്നതും. അപ്പോൾ തോൽവി തോൽക്കുന്നത് കൊണ്ടല്ല, തോൽവി ഞാൻ തോറ്റു എന്ന് മനസ്സ് സ്വീകരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതയാത്രയിൽ എത്ര പ്രാവശ്യം തോൽവി സംഭവിക്കട്ടെ, അസഫലതയുണ്ടാകട്ടെ, ഇതൊക്കെ പ്രവർത്തനത്തിൻ്റെ മാർഗത്തിലുണ്ടാകുന്ന ചില പടവുകൾ മാത്രമാണ്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഉത്സാഹത്തോടെ, ഉന്മേഷത്തോടെ ലക്ഷ്യത്തിലേക്ക് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കൂ. വിജയം നിങ്ങളുടെ പാദങ്ങളെ നമിക്കുക തന്നെ ചെയ്യും. ഓം ശാന്തി.